ജാതകത്തിലൊക്കെ എങ്ങനെ വിശ്വാസമാണ്? അതായത് എല്ലാം പ്രീഡിറ്റർമിൻഡ് ആണെന്നൊരു ആശയം, അല്ലെങ്കിൽ എല്ലാം മുമ്പ് വിധിച്ചതുപോലെയാണ്, അങ്ങനെയല്ല. ജാതകം എന്ന് പറയുന്ന ഈ ഒരു ജാതകം എന്നല്ല, ആ ഒരു പേപ്പറിനല്ല ഞാൻ പറയുന്നത്. ഒരു അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് അല്ലേ, ഒരു മാത്തമാറ്റിക്സും. അപ്പോൾ അതിനെ റീഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, അതിനെ നന്നായിട്ട് പഠിച്ച അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഏതോ ഒരു തലത്തിൽ ഏതോ ആകാശങ്ങളിൽ ഇരിക്കുന്ന, ആകാശങ്ങൾ ഉദ്ദേശിക്കുന്നത് മെറ്റഫോറിക്കലിയാണ്, ഇരിക്കുന്ന തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഐ ബിലീവ് ഇൻ മാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇപ്പോൾ ഗണപതിയോ ശിവനോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രീഡിസ്റ്റൈൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറെ ഒത്തിരി കാര്യങ്ങളിലേക്ക് സംസാരിക്കേണ്ടി വരും. അപ്പം ഇപ്പോൾ സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴും ഒരു സീൻ എടുക്കുമ്പോൾ പോലും നമ്മൾ അറിയില്ല എന്താ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് പ്രീഡിസ്റ്റൈൻഡ്. അത് നമ്മളൊരിക്കൽ ചെയ്യുന്നു, അത് അവർ ഓക്കെ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ അപ്പോൾ ചിലപ്പോൾ നമ്മളായിട്ട് ഈ ടെലിവിഷനിലോ അല്ലെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന ഓക്കെ എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു കാര്യമായിരിക്കില്ല സ്ക്രീനിൽ വരുമ്പോൾ. സോ അതിൻ്റെ അകത്തൊരു ദൈവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലൈഫും. നമ്മൾ ഇപ്പോൾ ജാതകം നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ കൈ നോക്കിയിട്ട് ഞാൻ ദുബായി പോകും അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ എന്നെ ജോലി കിട്ടുമെന്ന് നോബഡി ക്യാൻ ടെൽ. പക്ഷേ നന്നായിട്ട് ഈ ശാസ്ത്രം അറിയാവുന്നവർക്ക്, അതാണല്ലോ എല്ലാ കാര്യങ്ങളിലേ. ഇപ്പോൾ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരാൾ മാത്രം മിടുക്കനാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് പുതുതായിട്ട് ആരും ഉണ്ടാക്കപ്പെട്ടതല്ല, പണ്ട് കാലത്ത് എഴുതി വെച്ചതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷൻ അറിയാവുന്നവർ അവരുടെ ഒരു ക്ലെയർവോയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗുരുത്വം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ അവർ ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷെ അതിനെ മാത്രം ഞാൻ സിനിമ അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. സിനിമയ്ക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജാതകം വിശ്വസിക്കുന്നതുകൊണ്ട് പറയാണ്. ഒരു സിനിമ അങ്ങനെ ആയിരിക്കും, തുടക്കത്തിൽ ഭയങ്കര രസമായി, ഈ കുഞ്ഞിപ്പോൾ ഡോക്ടറാകും ഭയങ്കരമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ വളരെ മോശക്കാരനായി പോകും. അത് ഒരു സിനിമയ്ക്ക് ഒരു ഹൊറോസ്കോപ്പ്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ഹൊറോസ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് ഒരു ഹൊറോസ്കോപ്പ് ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ചിന്തിക്കുന്നവർ, അത്തരത്തിൽ നോക്കുന്ന ആൾക്കാരുമുണ്ട്. അത് ലാലേട്ടൻ്റെ ഹൊറോസ്കോപ്പിൽ നീ ഹോളിവുഡ് എന്തെങ്കിലും ഉണ്ടാവും, ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നിന്നൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. വൈ ഷുഡ് യു സി, എനിക്കതിൽ സങ്കടമില്ലാത്തത് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് വേറൊരു സ്ഥലമാണ്, വേറൊരു പിന്നെ ശരീരഘടനയാണ്, ബോഡി ലാംഗ്വേജാണ്, വേറൊരു സംഭാഷണമാണ്. പക്ഷേ നമുക്കറിയില്ല. അങ്ങനെ എത്രയോ ആൾക്കാർ അഭിനയിച്ചിരിക്കുന്നു, ഇന്ത്യൻ ആക്ടേഴ്സ് അല്ലേ. എത്രയോ ഇപ്പോൾ ഓം പുരിയാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ. അല്ല, അതുപോലെ റോൾ വന്നാൽ പോവാൻ എങ്ങനെയായിരിക്കും ഒരു ചിന്ത? നമ്മൾ വന്നാൽ വരട്ടെ എന്നിട്ട് പറയാം.